എന്നാൽ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ ഇന്ത്യയിലേക്കുള്ള ടി.ബി.എമ്മുകളുടെയും നിർണായക ഘടകങ്ങളുടെയും വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടു. 2024 ഇന്ത്യക്ക് ടി.ബി.എമ്മുകളും ഘടകങ്ങളും നൽകുന്നത് ചൈന പൊടുന്നനെ നിർത്തിവെച്ചു. ഇന്ത്യയിലെ മെട്രോ ശൃംഖലകൾ അതിവേഗത്തിൽ വികസിക്കുകയാണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു, കൊൽക്കത്ത, കൊച്ചി ഇന്ന് രാജ്യത്തെ മിക്ക നഗരങ്ങളും ഭൂമിക്കടിയിലൂടെ പുതിയ ഗതാഗത ശൃംഖലകൾ സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് മെട്രോ നിർമ്മാണം മാത്രമല്ല. ഹിമാലയത്തിലെ മഞ്ഞുമലകൾ തുളച്ചു കിടക്കുന്ന റോഡ് ടണലുകളും കാശ്മീരിലെ തന്ത്രപ്രധാന മേഖലകളെ ബന്ധിപ്പിക്കുന്ന റെയിൽ ടണലുകളും കടലിനടിയിലൂടെ ഓടുന്ന മെട്രോയും ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിനുള്ള തുരങ്കങ്ങളും ഒരേ സമയം നിർമ്മാണത്തിലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമിക്കടിയിൽ ഭാവി പണിയുകയാണ് ഇന്ത്യ. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതുപോലുള്ള പദ്ധതികൾക്കായി ഇന്ത്യ പൂർണ്ണമായും വിദേശ സാങ്കേതികവിദ്യയെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. ഇന്ത്യ സ്വന്തം ടണൽ ബോറിംഗ് മെഷീനുകൾ വികസിപ്പിക്കുകയും ലോകോത്തര ടണൽ നിർമ്മാണ സാങ്കേതികവിദ്യ കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമല്ല, സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലും ഇത് വലിയ നാഴികക്കല്ലാണ്. ഈ മാറ്റത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് ടണൽ ബോറിംഗ് മെഷീൻ അഥവാ ടി.ബി.എം. ഭൂമിക്കടിയിൽ കൂറ്റൻ തുരങ്കങ്ങൾ അതിവേഗത്തിൽ നിർമ്മിക്കുന്ന യന്ത്രമാണ് ടി.ബി.എം. ഏകദേശം 90 മുതൽ 120 മീറ്റർ വരെ നീളവും 100 കണക്കിന് ടൺ ഭാരവുമുള്ള ഈ യന്ത്രത്തിൻ്റെ മുൻവശത്തുള്ള ഭീമൻ കട്ടർ ഹെഡ് അതിശക്തമായ ടങ്സ്റ്റൺ കാർബൈഡ് കട്ടറുകൾ ഉപയോഗിച്ച് പാറയും മണ്ണും തുരക്കുന്നു. പിന്നിൽ തന്നെ കോൺക്രീറ്റ് സെഗ്മെൻറ്റുകൾ സ്ഥാപിച്ച് ടണൽ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടാണ് ടി.ബി.എം മുന്നോട്ട് നീങ്ങുന്നത്. അതിനാൽ നഗരങ്ങളിൽ വലിയ ശബ്ദമോ കുലുക്കമോ ഉണ്ടാക്കാതെ ഭൂമിക്കടിയിലൂടെ കിലോമീറ്ററുകളോളം സുരക്ഷിതമായി തുരങ്കം നിർമ്മിക്കാൻ ഇതിന് കഴിയും. മെട്രോയ്ക്ക് പുറമെ ദീർഘദൂര റെയിൽപാതകൾ, ഹൈവേ ടണലുകൾ, അണ്ടർ വാട്ടർ ടണലുകൾ, ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇതേ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തെ ടി.ബി.എം നിർമ്മാണ രംഗം ജർമ്മനി, ജപ്പാൻ, അമേരിക്ക എന്നിവരുടെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് ചൈന ഈ മേഖലയിലേക്ക് വൻതോതിൽ നിക്ഷേപം നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒന്നായി വളർന്നു. ഇന്ത്യയിലെ നിരവധി മെട്രോ പദ്ധതികളിലും ചൈനീസ് നിർമ്മിത ടി.ബി.എമ്മുകൾ ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ ഇന്ത്യയിലേക്കുള്ള ടി.ബി.എമ്മുകളുടെയും നിർണായക ഘടകങ്ങളുടെയും വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടു. 2024 ഇന്ത്യക്ക് ടി.ബി.എമ്മുകളും ഘടകങ്ങളും നൽകുന്നത് ചൈന പൊടുന്നനെ നിർത്തിവെച്ചു. രാജ്യത്തെ നിരവധി മെട്രോ, റെയിൽ, റോഡ് പദ്ധതികൾ വൈകുമെന്ന ആശങ്ക ഉയർന്നു. എന്നാൽ ഈ പ്രതിസന്ധിയെ ഇന്ത്യ ഒരു അവസരമാക്കി മാറ്റി. ജർമ്മൻ കമ്പനിയായ ഹെറൻ നെക്സ്റ്റ് എ.ജി. ഉൾപ്പെടെയുള്ള സാങ്കേതിക പങ്കാളികളുമായി സഹകരിച്ച് ഇന്ത്യ തദ്ദേശീയ നിർമ്മാണശേഷി വികസിപ്പിച്ചു. തമിഴ്നാട്ടിൽ വലിയ ടി.ബി.എം നിർമ്മാണ അസംബ്ലി കേന്ദ്രം സ്ഥാപിച്ചു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ടണൽ ബോറിംഗ് മെഷീനായ അർജുൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ത്യക്ക് വിദേശ യന്ത്രങ്ങൾ വാങ്ങുന്ന രാജ്യമെന്നതിലുപരി സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് ടണലിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ കഴിയുന്ന രാജ്യമെന്ന സ്ഥാനം ഇന്ത്യക്ക് ഇതിലൂടെ കൈവന്നു. ഇന്ത്യയിലെ ടണൽ നിർമ്മാണം ഇന്ന് നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയിലും സാമ്പത്തിക വളർച്ചയിലും ടണലുകൾ നിർണായക പങ്കുവഹിക്കുകയാണ്. 9.02 കിലോമീറ്റർ നീളമുള്ള അടൽ ടണൽ ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈവേ ടണലാണിത്. മനാലിയിൽ നിന്ന് ലൗഹോൾ സ്പിതി മേഖലയിലേക്കുള്ള യാത്ര 4 മുതൽ 5 മണിക്കൂർ വരെ കുറയ്ക്കാൻ ഇതിന് കഴിഞ്ഞു. വർഷം മുഴുവൻ സൈനിക വാഹനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിലും ഈ ടണൽ നിർണായകമാണ്. ജമ്മു കശ്മീരിലെ സോനമാർഗ് ടണൽ, ബിനിഹാൽ ഖാസിഗുണ്ട് ടണൽ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ, അരുണാചൽ പ്രദേശിലെ സേല ടണൽ എന്നിവയും അതിർത്തി മേഖലകളിലെ ഗതാഗതവും പ്രതിരോധ സന്നാഹങ്ങളും ശക്തിപ്പെടുത്തുകയാണ്. റെയിൽവേ മേഖലയിലും ഇന്ത്യ വലിയ നേട്ടമാണ് കൈവരിച്ചത്. കശ്മീരിനെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന USBRL പദ്ധതിയിലെ 12.77 കിലോമീറ്റർ നീളമുള്ള ടണൽ T50 ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽ ടണലുകളിൽ ഒന്നാണ്. അതീവ ദുഷ്കരമായ സാഹചര്യങ്ങൾ മറികടന്നാണ് ഈ ടണൽ പൂർത്തിയാക്കിയത്. 2024 ഇന്ത്യ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചു. കൊൽക്കത്തയിൽ ഹൂഗ്ലി നദിക്കടിയിലൂടെ രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രവർത്തനം തുടങ്ങി. ഇത് ഇന്ത്യയുടെ നഗരവികസന ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി തന്നെ മാറി. ഇതിലും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നിർമ്മാണത്തിലുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. ഇതിൻ്റെ ഭാഗമായി കടലിനടിയിലൂടെ 4.8 കിലോമീറ്റർ ടണൽ നിർമ്മിക്കുകയാണ്. അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതേസമയം ഉത്തരാഖണ്ഡിലെ ഋഷികേശ് കർണപ്രയാഗ് റെയിൽ പദ്ധതി മറ്റൊരു റെക്കോർഡ് കുറിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായി ഹിമാലയൻ മേഖലയിലെ ദുഷ്കരമായ ഭൂപ്രകൃതിയിൽ ടി.ബി.എം വിജയകരമായി ഉപയോഗിച്ച പദ്ധതി കൂടിയാണിത്. ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ടണൽ പദ്ധതിയാണ് സോജില ടണൽ. പൂർത്തിയായാൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോഡ് ടണലും ഏഷ്യയിലെ ഏറ്റവും വലിയ
2-വേ റോഡ് ടണലുമായിരിക്കും. ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാക്കുന്നതിനൊപ്പം പ്രതിരോധ സേനയുടെ നീക്കങ്ങൾക്കും ഇത് വലിയ കരുത്ത് പകരും. ഇന്നത്തെ ആധുനിക ടണലുകൾ വെറും കോൺക്രീറ്റ് പാതകളല്ല. വെന്റിലേഷൻ സംവിധാനങ്ങൾ, അഗ്നിശമന സംവിധാനം, CCTV നിരീക്ഷണം, അടിയന്തര രക്ഷാപാതകൾ, LED ലൈറ്റിംഗ്, കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനം എന്നിവയുൾപ്പെടുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളാണ് അവയുടെ പ്രത്യേകത. അതിനാൽ സുരക്ഷയും കാര്യക്ഷമതയും മുൻപത്തേക്കാൾ വളരെ ഉയർന്നിട്ടുണ്ട്. ഭൂമിക്കടിയിലൂടെ പണിയുന്ന ഈ ശൃംഖലകൾ ഇന്ത്യയുടെ ഗതാഗത രംഗത്തെ മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും പ്രതിരോധശേഷിയെയും ശക്തിപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് വിദേശ സാങ്കേതികവിദ്യ കാത്തിരുന്ന രാജ്യം ഇന്ന് സ്വന്തം ടണൽ ബോറിംഗ് മെഷീനുകൾ വികസിപ്പിക്കുന്നു. സ്വന്തം എഞ്ചിനീയർമാരെ ആശ്രയിച്ച് ലോകോത്തര ടണലുകൾ നിർമ്മിക്കുന്നു. ഇത് വെറും അടിസ്ഥാന സൗകര്യ വികസനമല്ല, ഇന്ത്യ സാങ്കേതിക സ്വയം പര്യാപ്തതയിലേക്ക് നടത്തുന്ന മറ്റൊരു വലിയ ചുവടുവയ്പ്പാണ്. ഭൂമിക്കടിയിലൂടെ ഇന്ത്യ ഇന്ന് കുഴിക്കുന്നത് തുരങ്കങ്ങൾ മാത്രമല്ല, വരും തലമുറയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ആധുനിക നഗരജീവിതത്തിനുമുള്ള പുതിയ വഴികൾ കൂടിയാണ്.